നമസ്കാരം കൂട്ടുകാരെ. നമുക്കിന്ന് ഒരു ലൗലോലിക്ക, ഒരു കേരള സ്റ്റൈലിലെ സ്പൈസി ഒരു അച്ചാറിടാം. വളരെ സിമ്പിൾ സാധനങ്ങൾ മതി. ഞാനിതിനകത്ത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നല്ലെണ്ണയിൽ ചെയ്യാം, വെളിച്ചെണ്ണയിൽ ചെയ്യാം. ഓക്കെ, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ അതിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കുറച്ച് കടുകിടുന്നു. കടുക് നല്ല പെട്ടെന്ന് തന്നെ പൊട്ടുന്നു. കരിയാപ്പില നല്ല കുറച്ച് കൂടുതലിടുന്നു. കരിയാപ്പിലയുടെ ഒരു ഫാനാണ് ഞാൻ. പച്ചമുളക് ഇടുന്നു. കുറച്ച് വത്തൽമുളക്, ചുമന്ന മുളക്, ഉണക്കമുളക്, വെളുത്തുള്ളിയും ഇഞ്ചി കുനുകുനാന്നറിഞ്ഞ ഇഞ്ചി നമ്മളിടുന്നു. കുറച്ചും കൂടെ കരിയാപ്പില ഇടുന്നു. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. നോക്കിക്കോ, വളരെ കുറച്ച് സാധനങ്ങൾ മതി, പെട്ടെന്ന് റെഡിയാകും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നല്ല പുളിയുള്ള, നല്ല ടേസ്റ്റുള്ള, നല്ല രുചികരമായിട്ടുള്ള ലൗലോലിക്ക. ഞാൻ തന്നെ ലൗലോലിക്ക അച്ചാർ എന്ന് പറയുന്ന സാധനം ഇടുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഒത്തിരി വെളിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം എനിക്ക് തോന്നി ഒന്ന് ഇട്ട് നോക്കണം എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അല്പം ഉപ്പിടാം, പെട്ടെന്ന് വഴടും. നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ബെൽ ബട്ടൺ ഉണ്ട് സൈഡിൽ, അത് യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഡെയിലി ഒരു വീഡിയോ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, നമ്മളുടെ ഇത് നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ കളർ ബ്രൗൺ കളർ വേണം. നല്ലതായിട്ട് ബ്രൗൺ, അതായത് നമുക്കത് കുറേ കാലം ഇരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാണ്ടിറ്റി കുറച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തീരും. ഇതിന് ടേസ്റ്റ് അസാമാന്യമായ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉറപ്പ് കൂട്ടുകാരെ നിങ്ങളത് ചെയ്ത് നോക്കണം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കശ്മീരി ചില്ലിയാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നു, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപ്പിടാം. പിന്നെ ഉലുവാപ്പൊടി, നമുക്ക് ഉലുവാപ്പൊടിയും കായവും നമുക്ക് ആഡ് ചെയ്യാം. നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലൗലോലിക്ക ഇടാം. ലൗലോലിക്ക നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്പം കൂടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഉലുവയും കായപ്പൊടിയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിനാഗിരി ആയി കഴിഞ്ഞാൽ ഓൾറെഡി പുളിയാണ്, എന്നാലും നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തു. ഓക്കെ, നല്ലതായിട്ട് ആഡ് ചെയ്തു. ഇനി നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേന്
നമ്മളുടെ അച്ചാർ റെഡിയാവും. കുറേ ക്വാണ്ടിറ്റി ഒന്നും ഒഴിച്ച് വെള്ളം ഒഴിക്കണ്ട, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനിത് ഉലുവാപ്പൊടി ഞാൻ ഇട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കായം ഇട്ടു, അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഞാൻ ഉലുവാപ്പൊടി ഇടുന്നത്. ഉലുവ നമ്മൾ ഇടുമ്പോൾ ആ ഉലുവയുടെ ആ ചെറിയ കയ്പ്പ് അതിനകത്തുണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രുചി. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. ഞാൻ പക്ഷേ അത് ചെയ്തില്ല. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ്, അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയ കയ്പും ഇതുമൊക്കെ വരും, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. എന്താണെന്നറിയോ, നമ്മൾ ഇതൊന്നും ഈ അച്ചാറുകളൊന്നും നമ്മൾ കണ്ടമാനം ക്വാണ്ടിറ്റി ഇട്ട് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സാധനം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പുളിയും മധുരവും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക തരം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കണ്ടമാനം നമ്മൾ കഴിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് വയറിനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും ഈ അച്ചാർ എന്ന് പറയുന്നത് തന്നെ ഒരു സൈഡിലൊരു ചെറുത് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. അത്യാവശ്യം ഞാൻ നല്ലതായിട്ട് വെള്ളം കുറച്ച് ഒഴിക്കുന്നു. അത്യാവശ്യം കണ്ടമാനം വെള്ളം ഒഴിക്കേണ്ടത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, വളരെ കുറച്ച് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അത്യാവശ്യം വെള്ളം ഒഴിച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ്. നമ്മളുടെ വളരെ രുചികരമായ നല്ല ടേസ്റ്റുള്ള ലൗലോലിക്ക അച്ചാർ ട്രഡീഷണൽ സ്റ്റൈലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഹോം മെയ്ഡ് സ്റ്റൈലിൽ. ഓക്കെ, ഹോം മെയ്ഡ് സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.